അങ്ങനെ ED കേസിൽ പുരോഗതി ഉണ്ടാവുകയാണ്. അതിവേഗം അടുത്ത നടപടികളിലേക്ക് ED കടക്കുകയാണ്. അപ്പോൾ വീണയിലേക്ക് അന്വേഷണം ചെല്ലുന്നു. ഇപ്പോൾ എല്ലാവരും ഏക മനസ്സോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കേരളം മുഴുവൻ ചോദിക്കുന്നുണ്ട്, പിണറായി വിജയനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്, അല്ലെ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകുമോ എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന വിശകലനങ്ങളനുസരിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ഇടപാടുകൾ സർക്കാരുമായി നടത്തിയിരുന്ന ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മകൾക്ക് കുറേ പൈസ വെറുതെ കൊടുക്കുന്നു. അതിനുവേണ്ടി ഒരു കറക്ക് കമ്പനി തുടങ്ങുന്നു. നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് കൈക്കൂലിപ്പണം അതിലിടുന്നു, എന്നിട്ട് ഈ കൈക്കൂലി നടത്തുന്നവർ വീതിച്ചെടുക്കുന്നു. ഇതേ പ്രതിഭാസം തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട് നടന്നിരിക്കുന്നത്. അപ്പം പൈസ ഇന്നത്തെ കാലത്ത് പൈസ നമുക്ക് കയ്യിൽ വാങ്ങിച്ചാലും അത് ബ്ലാക്ക് മണി ആണെങ്കിൽ അത് വീട്ടിൽ വയ്ക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ ഒക്കെ പാടാണ്. ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ അങ്ങനെയല്ല. രാഷ്ട്രീയക്കാരൊക്കെ അല്ലെങ്കിൽ അഴിമതിക്കാരെല്ലാം പണം കറൻസി ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴ് അങ്ങനെ കറൻസി ആയിട്ട് വാങ്ങിച്ചാൽ തന്നെ ഇപ്പം ഒരു വസ്തു വാങ്ങിക്കണമെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് പൈസ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ചെക്കായിട്ട് അല്ലെങ്കിൽ ബാങ്ക് നോട്ട് നിരോധനത്തിന് ശേഷം ഒരു കാർ വാങ്ങണോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ത് ഇടപാട് നടക്കണമെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം വസ്തു വാങ്ങിക്കുക അത്തരം കാര്യങ്ങൾക്കൊക്കെ മൂല്യത്തിൻ്റെയൊക്കെ ഒരു രൂപയുടെ മൂല്യം കൃത്യമായിട്ട് തന്നെ, അതായത് പൈസ കംപ്ലീറ്റ് നമ്മൾ ബാങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നീട് അതൊരു വലിയ കേസും വഴക്കും, എനിക്ക് പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മോഹിനിയാട്ടം സിനിമയിൽ ക്ഷേത്രം ഉണ്ടാക്കി പൈസ അല്ലെങ്കിൽ അഴിമതി പണം വാങ്ങിച്ചതുപോലെ ഒരു തന്ത്രമായിരിക്കാം ഒരു കമ്പനി ഉണ്ടാക്കുക, എന്നിട്ട് കമ്പനി ഒരു സർവീസ് കൊടുത്തു എന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുക. പക്ഷേ ഇവിടെ ഇവർ വീണ ഒരു കരാറെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പം സേഫാണ്. അതെ, ഇതിനകത്ത് കാണിച്ചത് മണ്ടത്തരമാണ്. ഇവര് ജസ്റ്റ് അവരുടെ ഉള്ളിലിരിപ്പ് എനിക്ക് തോന്നുന്നു, ഇത് ഞങ്ങളുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു, അതിലുള്ള 2 ടേമിലേക്ക് വരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സേഫാണ് എന്നാണ് ഇവർ കരുതുന്നത്. ഇതിപ്പോൾ ഈ SFIOയുടെ പരിശോധനയും ആദായ നികുതി വകുപ്പ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് കണ്ടെത്തുന്നത് ആദായ നികുതി വകുപ്പാണ്. അതെ, അവർ വളരെ കൃത്യമായി തന്നെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും അതിൻ്റെ നടപടികൾ നടക്കുകയും അത് കോടതിയുടെ ഒരു സ്വഭാവത്തിലുള്ള ഒരു ഏജൻസിയിലേക്ക് വരികയും അവിടെ പോയിട്ട് ഈ ആരോപണങ്ങളെല്ലാം ഞാൻ സേവനം നൽകാതെ വീണയ്ക്ക് പൈസ കൊടുത്തു എന്ന് സമ്മതിച്ചത് കർത്തയാണ്. അതെ, അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ സമിതി, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കർത്തയ്ക്ക് പിഴ ശിക്ഷ ഈടാക്കുന്നത്. സ്വാഭാവികമായിട്ട് കർത്ത ചെയ്യേണ്ടിയിരുന്നത് അപ്പീൽ, പൈസ പിഴ അടയ്ക്കാതെ അപ്പീലിന് പോവുക എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം തന്നെ ഈ ആരോപണങ്ങളെല്ലാം സമ്മതിച്ച് പൈസ അല്ലെങ്കിൽ പണം അടച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനക്കാരുടെ മൊഴി, അതും ഒരു ലീഗൽ ഒരു ഫേമാണ്, ലീഗൽ അതോറിറ്റിയാണ്. ആ ലീഗൽ അതോറിറ്റിക്ക് മുമ്പിൽ ഉണ്ട് ആ ലീഗൽ അതോറിറ്റി, അതായത് ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധി പുറപ്പെടുവിച്ച് അത് അംഗീകരിച്ച് പൈസ അടച്ച് ഇതെല്ലാം സമ്മതിച്ചതാണ്. അതുകൊണ്ട് തന്നെ കർത്തയ്ക്ക് ഇനി ഒരിക്കലും ആ മൊഴികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ല, ആ മൊഴി തിരുത്തണമെന്നും പറഞ്ഞല്ലേ കർത്താവ് വീണ്ടും കോടതിയിൽ പോയത്. കോടതിയിൽ പോയാൽ അതിന്റെ ഒരു സാങ്കേതിക, എങ്കിലും അവർ ആ ഘട്ടത്തിൽ തന്നെ അത് അംഗീകരിക്കാതെ അപ്പീലിന് പോകണം. പക്ഷെ ഇവര് കുറ്റം സമ്മതിച്ചാണ് പിഴ അടച്ചത്. പക്ഷേ ഇതിനകത്ത് ചോദ്യം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞതല്ല, അതിൽ തന്നെ പറയുന്നുണ്ട് ഇതുവര് സേവനം കൊടുക്കാതെയാണ് ഈ പൈസ വാങ്ങിച്ചതെന്ന്. അതെ, കൃത്യമായിട്ട് അവിടെ ഒരു ഇതുണ്ട്. പക്ഷെ അതാണ് ഞാൻ ചോദിച്ചത്, പിണറായി വിജയനെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പിണറായി വിജയനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്, സേവനം ചെയ്യാതെ ആർക്കെങ്കിലും വെറുതെ ആരെങ്കിലും പൈസ കൊടുക്കുമോ? അതെ, അപ്പൊ അടുത്ത ചോദ്യം എന്താണ്, എന്താണ് ഇതിന്റെ പർപ്പസ്? ഇവർക്ക് എന്തോ സേവനം ആരെയെന്നോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പർപ്പസ് ചോദിക്കുമ്പോൾ വീണയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുന്നു. വീണയുടെ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഭർത്താവ് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയാണ്. അത് പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് ഭർത്താവ് മന്ത്രിയല്ല. ഈ കോഴപ്പണം മേടിക്കുന്ന സമയത്ത് അന്ന് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അവര് തമ്മിൽ കല്യാണം കഴിക്കുമെന്ന് ആർക്കും അറിയാത്ത ഒരു സമയത്താണ്. അപ്പോൾ അന്ന് ശരിക്കും പിന്നെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന ഇത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ 2019 ഈ കരിമണൽ ഖനനത്തിന് നിയന്ത്രണം വരുന്നുണ്ട് ദേശീയ തലത്തിൽ, അതായത് കേന്ദ്ര സർക്കാർ. അതിൽ ഒരുപാട് ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇളവ് കൊടുത്തു മാത്രമല്ല, 2023 വരെ ഇവർ ഖനനം ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഖനനത്തിന് കേരളം മാത്രം അനുമതി കൊടുത്തു. കേന്ദ്രത്തിൽ ഒട്ടാകെ രാജ്യം ഒട്ടാകെ ഒരു നിയമം വരുന്നു, പക്ഷെ ആ നിയമം മറികടന്ന് കേരളത്തിൽ മാത്രം കൊടുക്കും. സ്വാഭാവികമായിട്ടും കമ്മീഷൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പം മറ്റേ ഇന്റേണൽ ഈ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന് കൊടുത്ത മൊഴി പ്രകാരം
അദ്ദേഹം സേവനമില്ലാതെയാണ് ഇത് അവരുടെ മാനേജേഴ്സ് എല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി നിൽക്കുന്നിടത്തോളം കാലം ഇനിയൊരു മൊഴി മാറ്റി പറഞ്ഞാൽ മറ്റേ മൊഴി ആകപ്പാടെ ഇതൊരു വലിയ കുരിശിലേക്ക് പോകും, കാര്യങ്ങൾ പോകും, കുരുക്കിലേക്ക്. അത് ഓൾറെഡി പോയല്ലോ. ഇത് ഓൾറെഡി പോയെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഇ ഡി റെയ്ഡ് നടന്നപ്പോൾ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനം തല്ലി തകർക്കുകയും ചെയ്തതോടെ ഇതിന് ആ ഇ ഡിയുടെ ഭാഗത്തു നിന്ന് വളരെ രൂക്ഷമായ ഒരു രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇ ഡി മറ്റേ രജിസ്റ്റർ ചെയ്യാതെ FIR പോലുള്ള സംവിധാനങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യാതെ വീണയെ സമൻസ് കൊടുത്ത് വിളിച്ച് ചോദ്യം ചെയ്യും. ആ ഘട്ടത്തിൽ ഇനി എന്തായാലും ഒരു നിയമ പോരാട്ടത്തിലേക്ക് സുപ്രീം കോടതിയിലൊക്കെ പോയാൽ തിരിച്ചടി കിട്ടും. അതുകൊണ്ട് അവർ പോകാൻ വഴിയില്ല. ഇനി ഈ FIS എന്ന് പറഞ്ഞ സാധനം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവർക്കൊരു നിയമ നടപടിക്ക് അല്ലെങ്കിൽ അവരിപ്പോ ECIR, അതായത് ഇവരുടെ ECIR എന്ന് പറയുന്നത് അവരുടെ FIR ആണ്, ഇ ഡിയുടെ FIR ആണ് ECIR. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു നിയമപരിരക്ഷയിലേക്ക് കാര്യങ്ങൾ പോകും. എനിക്ക് തോന്നുന്നു അവിടെ അവരെ ഒരു സൈഡിനോട്ട് മാറ്റി വെച്ചുകൊണ്ട് അന്വേഷണം മൊത്തം പൂർത്തിയാക്കി വീണയെ ചോദ്യം ചെയ്യുന്ന അന്ന് തന്നെ ഇത് അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ആയിരിക്കണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനിലേക്ക് കാര്യങ്ങളെത്തും. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇ ഡി വീട്ടിലിരുത്തി വീണയോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും വീടിന്റെ ഒരു സുരക്ഷിതത്വമുണ്ട്. ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനെ പറ്റി ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അവര് ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടൊന്നും അല്ല ചോദ്യം ചെയ്യുന്നത്. തീർത്തും മാനസികമായ രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു ചോദ്യം ചെയ്യുന്ന ഒരാളെ ഒരിടത്ത് ഒരു 5 മണിക്കൂർ വെറുതെ ഇരുത്തിയിട്ട് പോവുക. അപ്പം നമ്മള് ഇവരെപ്പം വരും എന്നുള്ള ചിന്ത തന്നെ നമ്മളെ മാനസികമായിട്ട് ഒരു വല്ലാത്ത അങ്ങനെ മാനസികമായി നമ്മളെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊരു അവസ്ഥയിൽ ഇവർ ശാരീരിക ഉപദ്രവങ്ങളോ വേറെ ഒന്നും ഇല്ലാത്ത ഒരു ടെക്നിക്കാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇ ഡി ഓഫീസിലേക്ക് വീണയെ കിട്ടിയാൽ ഇവരിതെല്ലാം. അതെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അതായത് തോൽവിക്ക് ശേഷം പിണറായി വിജയൻ വളരെ കനത്ത ആത്മവിശ്വാസക്കുറവുള്ള ഒരാളായിരുന്നു. അതെ. ഈ ഇ ഡി റെയ്ഡിന് ശേഷം പിണറായിയുടെ ആത്മവിശ്വാസം കംപ്ലീറ്റ് നഷ്ടമായിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ രീതികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, പിണറായി വിജയനെ പറ്റി പറയുകയാണെങ്കിൽ പിണറായി വിജയൻ നല്ലൊരു നേതാവായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിലുപരി അദ്ദേഹം നല്ലൊരു അച്ഛനാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മകളോട് പുള്ളിക്ക് വലിയ വാത്സല്യമാണ്. മക്കളോട് രണ്ടുപേരോടാണ്. പ്രത്യേകിച്ച് മകളോട് കുറച്ചധികമാണെന്നാണ് പറയുന്നത്. അപ്പം മകൾക്കൊരു അച്ഛന് താങ്ങാൻ പറ്റുന്ന ഒരു അച്ഛനല്ല പിണറായി വിജയൻ. അതെ. അപ്പോൾ ഇ ഡി വീട്ടിലേക്ക് ഇരച്ചു കയറി രാവിലെ ഒന്ന് മകളെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി പുറത്തുനിന്ന് ബൈറ്റ് വന്നെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛന് അത് മാനസികമായി ഭയങ്കരമായിട്ട് തകർക്കും. അതേപോലെ തന്നെ ഇനി എന്താണെന്നുള്ള ഒരു സംവിധാനം നേരത്തെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിലാണ് ആഭ്യന്തരത്തിന്റെ ഇന്റലിജൻസ് ഒക്കെ ഉള്ളത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പുള്ളി അറിയും. അത് അങ്ങനെയാണല്ലോ വിജിലൻസിനെ കൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുപ്പിച്ചത്. അത് മാത്രമല്ല, നമ്മൾ വേറൊരു കേസിൽ പാലക്കാട് പോയി മറ്റേ അറസ്റ്റ് ചെയ്തൊരു കേസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അജിത് കുമാർ വിജിലൻസിന്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പല പല സമ്മർദ്ദങ്ങൾ പുള്ളിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ ചുമത്താം. ഇപ്പം എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ല. ഇ ഡി വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇനി ഇ ഡി മറ്റാണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിളിച്ച് ചോദ്യമെങ്കിൽ നീയൊക്കെ എന്തിനാണ് ഇപ്പൊ അതും ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്ക് ആ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ആ പലവിധ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, വളരെ ടെൻഷനിലാണ്. പിന്നെ അസുഖമുണ്ട്. അത് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്. അവിടെയാണെങ്കിൽ ബിനീഷിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇ ഡി വരുന്നത്. ഇവിടെ നേരെ ഇ ഡി വന്നതിന് ശേഷമാണ് വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ കോടിയേരി കുടുംബത്തിന്റെ ഒരു ബ്രാക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൃത്യമായിട്ട്. അവര് പുറമെ എം വി ഗോവിന്ദനെയാണ് തെറി പറയുന്നതെങ്കിലും അവരുടെ യഥാർത്ഥ ലക്ഷ്യം പിണറായി വിജയനാണ്. അല്ല, അവരെ ഉപയോഗിച്ച സമയമാണ് അതിന്റെ പ്രധാന ഘടകം. ഒരു ഇ ഡി പിണറായി വിജയന്റെ വീട്ടിൽ കയറുമ്പോഴാണ് അവരിപ്പോ ഇതെല്ലാം പറയുന്നത്, പച്ചക്കുതിരയ്ക്ക് അഭിമുഖം കൊടുക്കുന്നതും. പിന്നെ മകന്റെ വിഷയം ഇത് കിട്ടുന്ന വിഷയമുണ്ട്. അതേപോലെ പിന്നെ കൊടിയേരിയുടെ മകൻ ബിനീഷ് കൊടിയേരി ഇ ഡി അവിടെ ബാംഗ്ലൂരിലെ കേസിൽ അത് വളരെ സാങ്കേതികമായിട്ടാണ് ആ ഒരു എന്താണ് വിധി വന്നിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പൈസ ഈ മയക്കുമരുന്ന് ബിസിനസിന് വേണ്ടി വിനിയോഗിച്ചതായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് ബിനീഷ് ആദ്യമേ പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരനാണ് സഹായം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, സമ്മതിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ബിനീഷ് രക്ഷപ്പെട്ടത്. പിന്നെ ബിനീഷിന് തിരുവനന്തപുരത്ത് CPM-മാർക്കിടയിൽ ഒരു വീരപരിവേഷം ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ആൾക്കാരല്ലോ വന്ന് ഇതെല്ലാം അടിച്ചത്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് എങ്ങനെയാണ് കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ സഹാക്കളെയൊക്കെ ചേർത്ത് പിടിക്കുന്നതെന്നുള്ളതാണ്. പുള്ളി എവിടെ ഇപ്പം തിരുവനന്തപുരത്ത് ഇനി എന്ത് പറഞ്ഞാലും ഒരു സഖാവിനെ കണ്ടാൽ പുള്ളി നിൽക്കും, സംസാരിക്കും, അവന് ചായ വാങ്ങിച്ചു കൊടുക്കും, നല്ല വർത്താനം പറഞ്ഞിട്ടേ പുള്ളി പോകത്തുള്ളൂ. അത് ഇപ്പൊ പ്രത്യേകിച്ച് SFIക്കാരുടെ ഇടയിലൊക്കെ ബിനീഷ് പോയാൽ ബിനീഷ് അവരുടെ അടുത്ത് വളരെ കോമൺ മാനെ പോലെയാണ്
സംസാരിക്കുന്നത്. അതേസമയം ബിനോയ് കോടിയേരി പോയാൽ അത് ഉണ്ടാവില്ല. ഇല്ല. ബിനീഷിന്റെ ഒരു പ്രത്യേകത ഒരു കൊണ്ടുണ്ടാവുന്ന നയതന്ത്രജ്ഞനാണ് പുള്ളി. നയതന്ത്രജ്ഞനല്ല, പുള്ളി കോളേജിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ സമരത്തിൽ പോകുമ്പോഴും പുള്ളി അഗ്രസീവായിട്ട് സമരമുഖങ്ങളിൽ ഇടപെടുമ്പോഴും പുള്ളി പിന്നിലുള്ളത് ഒരു സൗമ്യ കൂട്ടുകാരുടെ അടുത്തൊക്കെ ആരെ കണ്ടാലും വളരെ അങ്ങനെ ഒരു, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ അത് പൊതുജനങ്ങൾക്കിടയിൽ ഈ ഫാൻ ബേസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊതുജനങ്ങൾക്കില്ല, അവർക്ക് ഇടയിലേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ബിനീഷ് ഒരുപാട് പേർക്ക് വേണ്ടി പ്രചാരണത്തിന് വരുന്നു. പക്ഷെ അവരെല്ലാം തോറ്റുപോയി. ഇപ്പൊ IP ബിനു ഉൾപ്പെടെ കുന്നൂഴിയിൽ ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം പുള്ളി അവിടെ ജനങ്ങൾക്കിടയിലെ നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാത്തിനും ഓടി എത്തുന്ന ഒരു കക്ഷിയാണ്. ബിനു പോലും തോറ്റുപോയി. ബിനുവിന് വേണ്ടിയും ഈ ബിനീഷ് അവിടെ പ്രചാരണത്തിന് പോയിരുന്നു. എന്നിട്ട് റീൽസ് ഒക്കെ ഇട്ടിരുന്നു. അതിന്റെ ഒരു ഈ ആക്രമണ കേസിൽ IP ബിനു പോയത് ബിനീഷ്. ഞാൻ പറഞ്ഞതല്ല, ബിനീഷിനുള്ള ഒരു ഇമേജ് വീണയ്ക്കില്ല CPM ഇല്ല. CPM അണികൾക്കിടയിൽ. അത് മാത്രമല്ല, ഈ ആദ്യത്തെ അക്രമവും ഈ റെയ്ഡും കഴിഞ്ഞതിന് ശേഷം CPM-കാർ തന്നെ മനസ്സിലായി ഞങ്ങൾ ഇതിനകത്ത് സമരം ചെയ്യേണ്ട കാര്യം. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നമ്മൾ കുറെ കാലം കൊണ്ട് കാണുന്നതാണല്ലോ, തിരുവനന്തപുരത്ത് CPM എന്ന് പറഞ്ഞാൽ IP ബിനു ആണ്. അതെ, ഈ IP ബിനു ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇവിടെ നടക്കുള്ളൂ. കാര്യം IP ബിനുവിന്റെ കൂടെയാണ് ഈ പയ്യന്മാരൊക്കെ ഉള്ളത്. ഇപ്പൊ IP ബിനു അകത്താണ്. IP ബിനു ഇനി എന്ന് വരുമെന്ന് അറിഞ്ഞൂടാ. ഇനി തീഹാർ ജയിലിലോട്ട് പോകുന്നു. നമുക്ക് ഞാൻ പറയുന്ന AKG സെന്ററിന്റെ അകത്ത് ED കയറിയാൽ പോലും പ്രതിരോധിക്കാൻ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അതെ, അതൊരു വലിയ ചോദ്യമാണ്. എന്താണെങ്കിലും പാർട്ടിക്കുള്ളിൽ വളരെയധികം ഡിഫൻസ് ആയിട്ടുണ്ട് ഈ ഒറ്റ വിഷയത്തോട്. അതേപോലെ EDയുടെ ചോദ്യം ചെയ്യലിൽ ED എടുക്കുന്ന ശാസ്ത്രീയമായ ചോദ്യം ചെയ്യൽ, എന്തായാലും വീണയെ ചോദ്യം ചെയ്യലിൽ വീണ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ അത് അവർ റെക്കോർഡും ചെയ്യും. ഉറപ്പായിട്ട് റെക്കോർഡ് ചെയ്യും മൊഴി. അത് പിണറായി വിജയനെതിരെ എന്തെങ്കിലും പരാമർശം ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വീണയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള സാങ്കേതികമായ അറിവും പരിജ്ഞാനവും ഒക്കെ ഉള്ളവരാണ് ഈ ഉദ്യോഗസ്ഥർ. അത് മാത്രമല്ല, ഇനി വീണയെ അറസ്റ്റ് ചെയ്താലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. അതെ, അയാൾ MLA സ്ഥാനം വരെ രാജിവെക്കാനുള്ള കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നൊരു ചരിത്രമുണ്ട്. അതിപ്പം വീണ്ടും ഇത് വരും. ആ കാര്യം ഇപ്പം റീകളക്ട് ചെയ്ത് വരുന്ന ഉടനെ പിണറായി വിജയൻ ഒരിക്കലും ആ കസേരയിൽ എന്തും പറഞ്ഞു ഇരിക്കാൻ സാധിക്കത്തില്ല. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ വളരെ ശ്രദ്ധേയമാകാൻ പോവുകയാണ് കേരള രാഷ്ട്രീയവും. EDയുടെ നിലപാടും വീണയുടെ അറസ്റ്റും ഒക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം.